ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റ് സ്കിൻ കെയറിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് സ്കിൻ കെയറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, എൻ്റെ സ്കിൻ കണ്ടോ? ഇതാണ് കറൻലി എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. കാരണം വേറെ ഒന്നല്ല, നൈറ്റ് കെയർ സ്കിൻ റൊട്ടീൻ ഞാൻ ഫോളോ അപ്പ് ചെയ്തില്ല ഒരു 2 days. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ ഒന്നും ഞാൻ ചെയ്യാതിരുന്നു, സ്കിപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പിമ്പിൾ വന്നു. ആദ്യത്തെ 2 ദിവസം ഈ 2 പിമ്പിൾ വന്നു. പിന്നെ ഇത് ഇവിടെ മുഴുവൻ പിമ്പിളായിട്ടോ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്, നല്ല 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പം നല്ല വേദനയുണ്ട് ഈ പിമ്പിളിന്. ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ ചിലപ്പോൾ ഇതുപോലത്തെ 8ൻ്റെ പണി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെൻസിങ് ആണ് കേട്ടോ. അത് നമ്മൾ ഡബിൾ ക്ലെൻസിങ് തന്നെ ചെയ്യണം. ഇപ്പം പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഡബിൾ ക്ലെൻസിങ് എന്താണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഒരു ഓയിൽ എടുക്കുക, ഓയിലൊന്ന് അപ്ലൈ ചെയ്തൊന്ന് 2 minutes നമ്മൾ മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ. ഇതാണ് ഡബിൾ ക്ലെൻസിങ്, തീർന്നു, അത്രേ ഉള്ളൂ. അപ്പം അതെന്തായാലും പക്ഷേ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഡബിൾ ക്ലെൻസിങ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മാറാനാണ് അടുത്ത നമ്മൾ നോക്കേണ്ടത്. അതായത് നൈറ്റ് നമുക്ക് സ്കിന്നിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതായത് പലരും ഉണ്ടല്ലോ, ഈ നമ്മുടെ റെറ്റിനോൾ, വിറ്റാമിൻ സി, നയാസിമൈഡ് തുടങ്ങിയിട്ടുള്ള സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ, അവർ കൂടുതൽ വിറ്റാമിൻ സി ഒക്കെ മോർണിംഗ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നൈറ്റാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കാം അല്ലേ. അതായത് ഒന്നാമത് സിറം ഇല്ല ടോണർ, രണ്ടും ഈക്വലായിട്ട് ഞാൻ കൊടുക്കുന്നു കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യണം. അത് നമ്മുടെ സ്കിന്നിന് യൂസ് ആയിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ് ബാം നമുക്ക് SPF ഉള്ളത് വേണമെന്ന് നിർബന്ധമില്ല എന്നല്ല, SPF ഉള്ളത് നമ്മൾ യൂസ് ചെയ്യേണ്ട. അത് ചിലപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് എനിക്ക് അറിയത്തില്ല, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ നമ്മുടെ ലിപ്പ് ഒന്ന് ഡാർക്കനാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഈ നൈറ്റ് നമ്മൾ SPF ഉള്ളത് അപ്ലൈ ചെയ്യാൻ നേരത്ത്. അപ്പം അത് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഒരു കളറില്ലാത്തൊരു ലിപ് ബാം നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീൻ നമുക്ക് വേണ്ട, മോർണിംഗ് മാത്രം മതി, നൈറ്റ് നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ. സിമ്പിൾ അല്ലേ, പറഞ്ഞ രീതിയിൽ തന്നെ അങ്ങോട്ടേക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും സിമ്പിളായിട്ട് വേറെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ചെയ്തിട്ട് കിടക്കാം, ഇതെല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി ഒരു 10 minute അത് മതി, അതിൽ കൂടുതലൊന്നും ആവശ്യമേ ഇല്ല അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തണം കേട്ടോ. എന്നാലാണ് വീഡിയോസ് ഇടാൻ നേരത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ.